ആരതി, ഒരു യുദ്ധ സമാനമായ സാഹചര്യം എന്നതിൽ നിന്ന് മാറി യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്ന് തന്നെ വേണം കരുതാനല്ലേ? ലക്ഷ്മി, തീർച്ചയായും ഇറാൻ ചിലപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് ഇസ്രയേലിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതായത് വളരെ ഇറാന് ഏറെ സംഘർഷഭരിതമാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഇറാനും ഇസ്രയേലും പശ്ചിമേഷ്യ തന്നെ കടന്നു പോകുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഇസ്രയേൽ ഇറാനിന്റെ മിസൈൽ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ആണവ നിലയങ്ങൾക്കും നേരെയുള്ള ആക്രമണം ശക്തമായി തന്നെ തുടരുകയാണ്. തെഹ്റാനിലടക്കം സ്ഫോടനമുണ്ടായ സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് ഇറാൻ ഇതിനോട് പ്രതിരോധിക്കുക എന്ന് വ്യക്തമല്ല. പക്ഷേ ഇറാനിൽ നിന്ന് ഇറാൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരം അനുസരിച്ച് 78 പേരാണ് നിലവിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ. 300-ലധികം പേർക്ക്, കൃത്യമായ കണക്ക് പറയുകയാണെങ്കിൽ 329 പേർക്ക് പരിക്കേറ്റു എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആണവ ശാസ്ത്രജ്ഞർ അടക്കമുള്ളവർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മേധാവിയും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായ ശക്തമായ തിരിച്ചടി നൽകും എന്ന് ഇറാൻ ഇസ്രായേലിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകരാജ്യങ്ങളടക്കം ഈ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. നേരത്തെ തന്നെ ഇറാനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എത്രയും പെട്ടെന്ന് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണയിലെത്തണം എന്ന കാര്യത്തിൽ ഇറാന് ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. എന്നാൽ ഇറാൻ ഈ ട്രംപിന്റെ നിർദ്ദേശം തള്ളി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇസ്രയേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ തിരിച്ചടി ഇറാനിൽ നിന്നുണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ. ലക്ഷ്മി. ആരതി കൃഷ്ണയാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.